നിരവധി കോമഡി ഷോകളിലൂടെ സുമേഷ് ചന്ദ്രൻ മലയാളികൾക്ക് പരിചിതനാണ്. ദൃശ്യം 2-ലും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചു. ഡി4 ഡാൻസ് താരങ്ങൾക്കൊപ്പം ഉദ്ഘാടനത്തിന് പോയപ്പോൾ ഉണ്ടായ ദുരനുഭവം സുമേഷ് പറയുന്നു. ഡി4 ഡാൻസിൽ അവതാരകരായിരുന്ന ഗോവിന്ദ് പത്മസൂര്യയെയും ജ്യുവൽ മേരിയെയും അതിലെ കൊമേഡിയനായിരുന്ന സുമേഷ് ചന്ദ്രനെയും ഒരു കോളേജിൽ ചീഫ് ഗസ്റ്റായി ക്ഷണിച്ചു. ഞങ്ങളൊരു ഇന്നോവ കാറിൽ കോളേജിലെത്തി. ഫ്രണ്ട് സീറ്റിൽ ജിപിയും നടുവിൽ ജ്യുവൽ മേരിയും പിന്നിലെ സീറ്റിൽ ഞാനുമാണിരുന്നത്. നടുവിലെ സീറ്റിലെ ആളിറങ്ങി സീറ്റ് മടക്കി വെച്ചാൽ മാത്രമേ തനിക്കിറങ്ങാനാവൂ. ജിപിയും ജ്യുവലും ഇറങ്ങിയപ്പോൾ തന്നെ കോളേജിലെ കുട്ടികൾ ആവേശത്തോടെ വന്ന് അവരെ കൂട്ടിക്കൊണ്ട് ഓഡിറ്റോറിയത്തിലേക്ക് പോയി. ഞാൻ സീറ്റ് മടക്കി കാറിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും എന്നെ സ്വീകരിക്കാൻ ആരുമില്ല. ജിപിയും ജ്യുവലും തിരിഞ്ഞുപോലും നോക്കിയില്ല. ഒരു കവറും കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പിന്നാലെ നടന്നുപോയി. എനിക്ക് ഭയങ്കര സങ്കടമായി. എന്നെ ഇനി ക്ഷണിച്ചതല്ലേ എന്ന് തോന്നിപ്പോയി. കോളേജിൽ വച്ചിരുന്ന ഫ്ലക്സിലുമുണ്ടായിരുന്നു വേർതിരിവ്. ജിപിയുടെയും ജ്യുവലിന്റെയും നല്ല ഫോട്ടോയും എന്റെ സ്കിറ്റ് ചെയ്യുന്ന വേഷത്തിലെ കപ്പട മീശ വെച്ച് കുടിയനായി നിൽക്കുന്ന ചെറിയ ഫോട്ടോയും. ഞാൻ ഒറ്റയ്ക്ക് ഒരു കവറും പിടിച്ച് പതിയെ സ്റ്റേജിനടുത്തെത്തി. സ്റ്റേജിലെ കസേരകൾ മുഴുവൻ നിറഞ്ഞു കഴിഞ്ഞിരുന്നു. എനിക്കിരിക്കാൻ സ്ഥലമില്ല. സൗണ്ട് ബോസ് വച്ചേക്കുന്നിടത്ത് ഞാൻ പമ്മി നിന്നു. ഇടയ്ക്ക് വച്ച് സ്റ്റേജിലിരുന്ന ഒരു ടീച്ചർ എന്നെ കണ്ടു. അവർക്ക് കാര്യം മനസ്സിലായി. എനിക്ക് വേണ്ടി എഴുന്നേറ്റ് തന്നു. അങ്ങനെ ഒരു കസേര കിട്ടി. പ്രസംഗിക്കാൻ പോലും എന്നെ വിളിക്കുന്നില്ല. ആരും മൈൻഡ് ചെയ്യുന്നുമില്ല. ജിപിയും ജ്യുവലും പ്രസംഗിച്ചു. അവരും എന്റെ കാര്യം പറഞ്ഞില്ല. എന്നിട്ട് അവർക്ക് സമയമായി എന്ന് പറഞ്ഞ് കോളേജിൽ നിന്നും പോയി. ഞാൻ അവിടെ ഇരുന്ന് ഉരുകി. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടാണോ എനിക്ക് അവഗണന നേരിടേണ്ടി വന്നതെന്ന് ആലോചിച്ചു. ഒരുപാട് സങ്കടം തോന്നി. ഇപ്പോൾ ആലോചിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഞാൻ അവരുടെ അത്ര ഫെമിലിയർ അല്ലാത്തതുകൊണ്ടാണ് എന്ന്. എന്നാലും അന്ന് അനുഭവിച്ച അപമാനം മറക്കാനാവില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു കൂട്ടം കുട്ടികൾ വന്നു. അവരാണ് എന്നെ ക്ഷണിച്ചിരുന്നത്. അവർ പുറത്തെവിടെയോ പോയിരുന്നു. ഞാൻ നടന്ന കാര്യം അവരോട് പറഞ്ഞു. അവർ എന്നെക്കുറിച്ച് നല്ല രീതിയിൽ പ്രസംഗിച്ചു. ഈ വന്നുപോയവരല്ല, സുമേഷ് ചേട്ടനാണ് മെയിനാള്, നമ്മളെ ചിരിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തി എന്നൊക്കെ അവർ പറഞ്ഞു. പ്രസംഗിക്കാനായി എന്നെ ക്ഷണിച്ചു. പക്ഷെ എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. ഞാനൊരു സ്കിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് വേഷം മാറാൻ പോയി. ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു അതെന്ന് സുമേഷ് പറയുന്നു. ഒരുമിച്ചൊരു കാറിൽ പോയിട്ട് കൂടെയുള്ളയാളെ തിരിഞ്ഞുപോലും നോക്കാത്തത് മോശമായി പോയി എന്ന് പ്രേക്ഷകർ പറയുന്നു. ഒരു സ്ത്രീ ആയിരുന്നു ഈ സ്ഥാനത്തെങ്കിൽ അവർ മൈൻഡ് ചെയ്യാതെ ഇരിക്കുമായിരുന്നോ എന്നും ചോദിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക.